എറണാകുളത്തെ മൂവാറ്റുപുഴയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് വെള്ളക്കെട്ട് ആളുകളെ വലയ്ക്കുന്നത്. മൂവാറ്റുപുഴയിലെ ഇലാഹിയ നഗറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ എത്രമാത്രം വെള്ളമുണ്ട് എന്നത്. നമുക്ക് കൗൺസിലറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ആളുകൾ ഇന്നലെ വന്നു, വീണ്ടും തിരിച്ച് ക്യാമ്പിലേക്ക് പോയി. തിരിച്ച് ക്യാമ്പിലോട്ട് പോയി. ഇന്നലെ അവര് ക്ലീൻ ചെയ്ത്, വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് ക്ലീൻ ചെയ്തതാണ്. പിന്നെ വീണ്ടും അവർ രാത്രിയോട് തന്നെ അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. നിലവിലെ ക്യാമ്പുകളുടെ സ്ഥിതി എന്താണ്? എത്ര ക്യാമ്പുകളാണ് മൂവാറ്റുപുഴയിൽ? ഇപ്പൊ നിലവിൽ 5 ക്യാമ്പുണ്ട്. അതിൽ 3 എണ്ണത്തിലും ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ നഗരസഭ. ഡോക്ടറിന്റെ സേവനമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മറ്റ് സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ മൂവാറ്റുപുഴയിൽ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് മൂവാറ്റുപുഴയിലെ മുനിസിപ്പാലിറ്റി 3-ാം വാർഡ് ഇലാഹിയ നഗർ. 3-ാം വാർഡില് ഏകദേശം 35 വീടോളം എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഇപ്പൊ ആദ്യം ഒന്ന് കഴിഞ്ഞു, ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. രണ്ടാമത് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു തോടാണ്. ഈ കര കവിഞ്ഞു, ഇത് റോഡാണോ തോടാണോ ഒന്നും മനസ്സിലാകാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം കൂടി 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 വരികയാണ്. നേരത്തെ മുട്ടോളമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അരയോളം വരെ വെള്ളം അടുക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് നമ്മൾ പോയതാ. എന്നിട്ട് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി. കാരണം വെള്ളം കയറാനുള്ള ഒരു സാധ്യത പറഞ്ഞായിരുന്നു. വന്നിട്ട് ഈ ആളുകളൊക്കെ മാറ്റി. ഇന്ന് രാവിലെ ചെന്നതിന് വീണ്ടും വെള്ളം ഉറന്നു, വീണ്ടും ക്യാമ്പിലേക്ക് മാറ്റി. ഇനി വീണ്ടും ക്ലീൻ ചെയ്ത് അത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ദൗത്യം തന്നെ ഇതിലുള്ളത്. ഇവിടെ ആയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോരുമായിരുന്നു. അപ്പം കാലില് ചെരുപ്പിലേക്ക് കയറുക ചെയ്ത. പിന്നെ ചെരുപ്പ് പൊക്കി നോക്കിയപ്പോഴാ പാമ്പിനെ കണ്ടത്. അപ്പോൾ ചെരുപ്പെടുത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ അതങ്ങ് പോവുകയും ചെയ്തു. ഇപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ജില്ലയിൽ ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാഹചര്യവും കൂടിയുണ്ട്. ആന്റണി ഗിരിഗിരിക്കൊപ്പം സ്നേഹ മൊലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.